ഹായ് ഹലോ. അങ്ങനെ വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് ട്രെയിൻ കയറി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാട്ടിലേക്ക് എന്തിനാ പോകണമെന്നില്ലേ, എൻ്റെ ബുബുവിനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഒരു ചെറിയ പരിപാടിയും കൂടിയാണ്. ഇന്ന് നാട്ടിൽ പോയാൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു കല്ല് വെച്ചിട്ടുള്ള മലയാണ്, ഭയങ്കര ഭംഗിയാണ്. എല്ലാ തവണത്തെ പോലെ ഇന്ന് ലോക്കൽ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ, ഇടദിവസം ആയതുകൊണ്ടായിരിക്കും. ഇന്ന് ഞാൻ എറണാകുളത്താട്ട് ഇറങ്ങിയ സമയം രാവിലെ 4:30 ആയതുകൊണ്ട് തന്നെ ഉറക്കം മാറ്റാനായിട്ട് ഒരു കോഫിയും കുടിച്ച് നേരെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക്. എപ്പോഴും കോട്ടയത്ത് പോയി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ എറണാകുളത്ത് ഇറങ്ങി ഈ സമയത്ത് ബസ്സിലൊക്കെ പോകുന്നത്. എന്തോ ഭാഗ്യം, ചെന്നപ്പോൾ തന്നെ എനിക്ക് കോട്ടയം വണ്ടി കിട്ടിയിട്ടോ. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ പരാജയമായിരുന്നു. ട്രെയിനിൽ നിന്നൊരു ഞരമ്പരോക്ക് കാരണം എൻ്റെ മൂഡ് പോയി. അത് കഴിഞ്ഞ് ട്രെയിൻ ഇറങ്ങി സ്റ്റാൻഡിലേക്ക് വന്ന് ഓട്ടോ വിളിച്ചപ്പം അവരുടെ അടുത്ത് പറയുകയാണ് എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് കോട്ടയത്തേക്ക് ബസ്സില്ല പോലും, വൈറ്റില പോകണം, 200 രൂപ കൊടുത്ത്. എല്ലാം കഴിഞ്ഞ് ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല, അമ്മ വീട്ടിലേക്കാണ് വന്നത്. ആൻഡ് ദിസ് ഇസ് മൈ അമ്മക്കി, മൈ ഫേവറേറ്റ് ഹ്യൂമൻ. അങ്ങനെ ഞാൻ ഓടിപ്പോയി കുളിച്ച് എൻ്റെ ബുബുവിനെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടി ഉറങ്ങിക്കിടക്കുന്ന അപ്പൂസിനെ എണീപ്പിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. ഇപ്പോഴാണ് എന്നെ കാണുന്നത്. അവൻ അപ്പോഴായിരുന്നു തോന്നിട്ട് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അത്ഭുതത്തോടൊക്കെ നോക്കി ചിരിക്കായിരുന്നു സാറ്. ഞാൻ ചെന്നപ്പോഴേ അവനെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഇനി കുറച്ച് നേരം അവനോട് പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അങ്ങനെ ഇന്നത്തെ പ്രശ്നം ഇവിടെ നിർത്തുന്നു. അപ്പോൾ ശരി, ബൈ ഗൈസ്.